ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഈ പ്രതിഭാ സംഗമത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സുഹൃത്ത് ഡാനിഷ് മദനി, സ്വാഗതം പറഞ്ഞ മുഹമ്മദ് കുട്ടി ഫാറൂഖി, നടത്തിയ അലീഖ ഫാത്തിമ, ഇവിടെ സന്നിഹിതനായ പ്രിയപ്പെട്ട ഷാക്കിർ മൗലവി, ആശംസകൾ അർപ്പിക്കാനായി ഇവിടെയുള്ള റംലാൻ കെ, പി കബീർ, അബ്ദുൽ ജലീൽ, മുസഫയ കെ സി ആരി, മരീം മാസ്റ്റർ, എന്റെ മുന്നിലിരിക്കുന്ന സ്നേഹാധന്യരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മുടെ ഭാഗമാകുമ്പോൾ കൂടുതലും കുട്ടികളെ കാണാറുണ്ട്. ഇവിടെ കൂടുതൽ കാണുന്നത് രക്ഷിതാക്കളെയോ അല്പം കൂടി മുതിർന്ന തലമുറയിൽപ്പെട്ടവരെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും കുട്ടികളെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ രക്ഷിതാക്കൾക്കും തുല്യമോ അതിനു മുകളിലോ ഉള്ള പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു കാലത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികൾ എല്ലാ അർത്ഥത്തിലും ആ നിലയിൽ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതുമാണ്. ധാർമ്മികത എന്ന് പറയുന്നത് നമ്മൾ സ്വാംശീകരിക്കുന്നത് തീർച്ചയായും നമ്മുടെ മതസംഹിതകളിൽ നിന്നുമാണ്. നമ്മുടെ മക്കൾ ഏത് പ്രായത്തിലെത്തിയാലും ജീവിതത്തിന്റെ ഏതൊക്കെ തലത്തിലെത്തിയാലും അവർക്കെന്നും ഉണ്ടായി കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് മൊറാലിറ്റി അല്ലെങ്കിൽ ധാർമ്മികത എന്നുള്ളത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളുടെ കാര്യം പ്രത്യേകമായിട്ട് പരിശോധിക്കുമ്പോൾ എന്റെയൊക്കെ തലമുറ ഞങ്ങൾ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് സ്ഥിരമായി കേട്ടിരുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് വലുതായാൽ, നിങ്ങൾ മുതിർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരായി തീരാനാണ് ആഗ്രഹം എന്നുള്ളത്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ക്യാമ്പസുകളിലോ സ്കൂളുകളിലോ അത്തരം ഒരു ചോദ്യം ഏറെക്കുറെ അപ്രസക്തമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ എന്തായി തീർന്നാലും, നമ്മൾ ഏത് കോഴ്സ് പഠിച്ചാലും, ഏത് ഡിഗ്രി കരസ്ഥമാക്കിയാലും, ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലും നമ്മുടെ വ്യക്തിഗതമായ മികവിനാണ് ഇന്നത്തെ ലോകത്ത് പ്രാധാന്യം. ഏത് പ്രൊഫഷണൽ കോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മാനേജ്മെന്റ് കോഴ്സുകളായിക്കോട്ടെ, ആർട്സ് സബ്ജക്ട്സുകളായിക്കോട്ടെ, എല്ലാത്തിനെയും നമ്മുടെ വ്യക്തിപരമായ സ്കില്ലാണ് ഇന്നത്തെ ഒരു ലോകം അളന്നു നോക്കുന്നത്. അതിനപ്പുറത്തേക്ക് സർട്ടിഫിക്കറ്റ്സ് കൊണ്ട് മാത്രമുള്ള ഒരു കാലഘട്ടം നമ്മൾ പിന്നിട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിത പരിസരത്ത് നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മൾ അവരുടെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടോ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ മാത്രമല്ല, അവർ അടിയുറച്ച് നിൽക്കേണ്ട, അവർ കാലൂന്നി നിൽക്കേണ്ട ഒരു മൊറാലിറ്റി കൂടി അവർക്കുണ്ടായി കാണണം എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആഗ്രഹിക്കാറുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ജനാധിപത്യ മതേതര രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങളും ജീവിക്കുന്ന ഇടത്ത് തന്നെയാണ് നമ്മളായിരുന്നത് നമ്മുടെ കുടുംബത്തെ വളർത്തിയെടുക്കുന്നതും കുട്ടികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും. തീർച്ചയായും നമ്മുടെ കുട്ടികൾ അവരുടെ പഠനം അവസാനിച്ച് അല്ലെങ്കിൽ അവർ ക്വാളിഫൈ ചെയ്ത സമയത്ത് അങ്ങനെ ഒരു ഘട്ടമെത്തുമ്പോൾ തീർച്ചയായും അവർ ഇടകലർന്ന് പ്രവർത്തിക്കേണ്ടത് ഈ സമൂഹവുമായിട്ടാണ്. അപ്പോൾ സമൂഹം എന്താണ്, ഏത് തരത്തിലുള്ള സമൂഹ നിർമ്മിതിയുടെ ഭാഗമാണ് നമ്മൾ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ തന്നെ ഭാഗമാണ് നമ്മൾ എന്നത് കുട്ടികളോട് നമ്മൾ നിശ്ചയമായും അവർ രൂപപ്പെടുന്ന പ്രായത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ചില ഉദാഹരണങ്ങൾ മാത്രം നമുക്ക് എടുക്കാം. നമ്മുടെ രാജ്യത്ത് തന്നെ സമീപകാലത്ത് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ നമുക്ക് പരിശോധിച്ചു നോക്കാം. അപ്പൊ നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് കർണാടകയിൽ നിന്നും നമ്മുടെ ഒരു ഹിജാബ് നിയന്ത്രണത്തെ കുറിച്ച്, ഹിജാബ് വിലക്കിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു കേസ് വന്നു. എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവുന്ന മാധ്യമങ്ങളിലും പത്രങ്ങളിലുമെല്ലാം. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് വിദ്യാലയത്തിന്റെ ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തേക്ക് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അവിടെ നമുക്ക് വേണ്ടത് നമ്മൾ എന്താണെന്ന് നമ്മളെ അറിയുന്നവർ നമ്മളെ പ്രതിനിധീകരിക്കേണ്ട ആവശ്യകതയാണ്. ഞാൻ അഭിഭാഷകനാണ്. അഭിഭാഷകൻ എന്നിട്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ
നമ്മുടെ കുട്ടികളെ കാത്തിരിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും പല രംഗത്തേക്കും കടന്നു വരാനുള്ള വിമുഖത തീർച്ചയായും ഈ രംഗത്തെ ആളുകൾക്ക്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളേതുപോലുള്ള ഒരു സിസ്റ്റം, ഒരു സംവിധാനം, ഒരു ഭരണഘടനയാൽ നിശ്ചയിക്കപ്പെടുന്ന ഒരു ഭരണഘടന അടിസ്ഥാനമായി വർത്തിക്കുന്ന ഒരു ദേശരാഷ്ട്രത്തെ, സ്വതന്ത്ര മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിനെ സംബന്ധിച്ച് നമ്മൾ അതിനകത്ത് സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. കാരണം നമ്മുടെ പൂർവികരുടെ മാതൃക അതായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം. ഈ രാജ്യം ഈ അർത്ഥത്തിൽ രൂപപ്പെടുന്നതിന് കാരണക്കാരാകുമ്പോൾ ഞാനും നിങ്ങളും പ്രതിനിധീകരിക്കുന്ന സംഘടനകളാവട്ടെ, പ്രസ്ഥാനങ്ങളാവട്ടെ, അവരുടെയൊക്കെ മുൻഗാമികൾ അവർ വഴിവെട്ടിയ, അവർ കൂടി കാണിച്ചു കൊടുത്ത ഒരു മാർഗത്തിലൂടെയാണ്, അവർ കൂടി ഭാഗവാക്കായ ഒരു വഴികളിലൂടെയാണ് ഈ രാജ്യം ഈ അർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന അർത്ഥത്തിൽ രൂപപ്പെടുന്നത് നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഹിജാബ് ബാങ്കിനെ കുറിച്ച് പറഞ്ഞത് അവിടെ പബ്ലിക് സ്കൂളിൽ എന്ന് വെച്ചാൽ പൊതുവിദ്യാലയത്തിൽ മതപരമായ ചിഹ്നങ്ങൾ വേണമോ വേണ്ടയോ എന്നാണ് ചോദ്യമായി വന്നത് കോടതിക്ക് മുമ്പിൽ. എന്നാൽ കോടതി കർണാടകയിൽ നിന്നും ആ പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കപ്പെട്ടത് കർണാടക ഹൈക്കോടതിയിൽ നിന്നും വന്ന ഉത്തരം എന്നുള്ളത് ഒരു പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിക്കുന്നത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയി കണക്കാക്കാൻ കഴിയില്ല എന്ന തീർപ്പിലേക്കാണ് കോടതി എത്തിയത്. എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അനിവാര്യമായും പാലിക്കേണ്ട ഒരു മതധർമ്മം എന്ന് നമുക്ക് മലയാളി വെച്ച് പറയാം. എന്നാൽ നമ്മളതിനോട് തിരിച്ചു ചോദിക്കുന്നത്, നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം, മുസ്ലിം സമുദായത്തെ പരിചയമുള്ള, മുസ്ലിം സ്ത്രീകളെ പരിചയമുള്ള ആർക്കും തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് എന്നുള്ളത്. പക്ഷെ നമുക്കത് എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ ജീവിതത്തിന്റെ ഭാഗമായി പാലിക്കുന്ന നമ്മുടെ സഹോദരിമാർ, മക്കളൊക്കെ ചെയ്യുന്ന ഇത്തരം ഒരു കാര്യം കോടതിയുടെ പരിഗണനയ്ക്ക് വിധേയമായിക്കൊണ്ട് ആ വിഷയത്തിൽ അനുകൂലമായി തീർപ്പുണ്ടാക്കാൻ ഒരുപക്ഷെ കർണാടകയിലെ ഹൈക്കോടതി നമുക്ക് കഴിയാതെ പോയി എന്നിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ഈ സംവിധാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യകതയെ കുറിച്ച് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഇവിടെയുണ്ട്. ഈ പ്രസ്തുത നമ്മൾ പറയപ്പെട്ട ഇവിടെ ചർച്ച ചെയ്യുന്ന മദ്രസിലെ കുട്ടികളെല്ലാം ഉണ്ട്. അവരുടെ കലാപരിപാടികളെല്ലാം നമ്മൾ കണ്ടു. കുട്ടികൾ തന്നെ പുതിയ കാലത്തേക്ക് ചുവട് വെക്കേണ്ട ആവശ്യകത ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. ഇന്നലെ നിങ്ങൾ ഒളിമ്പിക്സിൽ നിന്ന് വന്ന ഒരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒളിമ്പിക്സിൽ സ്ത്രീകളുടെ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിനിടയിൽ ഒരു രണ്ട് സ്ത്രീകൾ തമ്മിൽ ബോക്സിംഗ് ഫൈറ്റ് നടക്കുന്നതിന്റെ മത്സരത്തിന്റെ വേളയിൽ അതിൽപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ്, ഒരു ബോക്സിംഗ് താരം, സ്ത്രീയായ ബോക്സിംഗ് താരം, അവർ പിൻവാങ്ങുകയാണ് മത്സരത്തിൽ നിന്ന്. അത് പറഞ്ഞത്, ഞാൻ മത്സരിക്കുന്നത് ഒരു പുരുഷനോടാണ്, ഇത്തരം ഒരു മത്സരം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല. ഇന്ന് പുതിയ വാർത്തകൾ വന്നു. ഈ ആരോപിക്കപ്പെട്ട പുരുഷൻ എന്ന് വിളിക്കപ്പെട്ട ആ വ്യക്തി തന്നെ പുറത്തു വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ചെറുപ്പകാലം മുതൽ സ്ത്രീയായിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ കുട്ടികളെ മുന്നോട്ടുള്ള ജീവിതത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ പുതിയ തുടിപ്പുകൾ ആ രംഗത്ത് മനസ്സിലാക്കിയാൽ വലിയ ഒരു കെണിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് നമുക്കറിയാം. പണ്ട് കാലത്ത് നമ്മൾ കേട്ടിരുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് വലിയ ഒരു ട്രാക്ക് ഒരുക്കി വെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ കാണുന്നത്. ജെൻഡർ എന്ന് പറയുന്നത് വ്യക്തിക്ക് നിശ്ചയിക്കാൻ കഴിയുന്ന തരത്തിൽ വിട്ടുകൊടുക്കാനാണ് പുതിയ സമൂഹം നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ കുടുംബ വ്യവസ്ഥയെ, നമ്മുടെ സാമൂഹിക സംവിധാനത്തെ, നമ്മുടെ സ്ത്രീ പുരുഷ വ്യക്തിത്വത്തിന്റെ ഔന്നത്യങ്ങളെ എല്ലാം തന്നെ കീഴ്മേൽ മറിക്കാവുന്ന, എല്ലാത്തിനെയും സഹിതം മറിക്കാവുന്ന വളരെ ഗൂഢമായ ഒരു പദ്ധതിയാണ് ഈ ജെൻഡർ ടോപ്പിക് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ അവരുടെ ചെവിയിലേക്കും തലച്ചോറിലേക്കും ചെല്ലുന്നത് ഈ വാർത്തകളാണ്. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ക്യാമ്പസിൽ പഠിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികളോടോ ആൺകുട്ടികളോടോ ജെൻഡർ ടോപ്പിക്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. മിക്കവാറും കുട്ടികൾക്ക് നമ്മുടെ മതാധ്യാപനത്തിന് വിരുദ്ധമായതോ അല്ലെങ്കിൽ അതിന് ചേർന്ന് നിൽക്കാത്തതായ കാഴ്ചപ്പാടുകളാണ് ആ രംഗത്ത് അവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അവരുടെ റീസണിങ് ആ തരത്തിലാണ് എന്ന അപകടത്തെ നമ്മൾ തിരിച്ചറിയണം. അത് പല പ്രശ്നങ്ങളിലേക്കും അത് കൊണ്ടുവച്ചെത്തിക്കുന്നുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ച് പുതിയ കാലത്ത് അവർക്ക് വലിയ സാധ്യതകളുണ്ട് എന്നത് സത്യമാണ്. പഴയതുപോലെയല്ല. ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞ
എയിംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡൽഹിയിലെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനമാണ്. അവിടെ ഉള്ളതിൽ സീറ്റുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ടഫായ കാര്യമാണ്. അവിടെ തന്നെയും നമ്മുടെ മലബാറിൽ നിന്നും മലപ്പുറത്ത് നിന്നും കോഴിക്കോട്ട് നിന്നും പെൺകുട്ടികൾ അഡ്മിഷൻ എടുക്കുന്ന കാലമാണ്. അത്രയും വിദ്യാഭ്യാസപരമായ സാധ്യതകളിലേക്കും ഉന്നതികളിലേക്കും നമ്മുടെ പെൺകുട്ടികൾ കടന്നു ചെല്ലുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ അവർ ചെന്ന് കയറുമ്പോഴും അവിടെയൊക്കെ ആ ക്യാമ്പസുകളിൽ അവരായി ജീവിക്കുമ്പോഴും നമുക്ക് വേണ്ടത് ഈ കുട്ടികളൊക്കെ നമ്മുടെ മൊറാലിറ്റി എന്ന് പറയുന്ന ഇവിടെ സൂചിപ്പിച്ച ഈ ധാർമ്മികതയുടെ കരുതൽ എന്ന പ്ലാറ്റ്ഫോം എന്ന പേരിൽ തന്നെ കാലമുണ്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ജെൻഡറിനെ കുറിച്ച് ഡിസ്കഷൻ ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്ന കാലമാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് മനുഷ്യാവകാശത്തിനെതിരെ എന്നാണ് ജെൻഡർ ടോപ്പിക് നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മളോട് സമൂഹം തിരിച്ചു ചോദിക്കുന്നത്. നമ്മൾ പറയുന്നത് എന്റെ മകൾ അല്ലെങ്കിൽ എന്റെ മകൻ അവരുടെ ജെൻഡർ എന്നുള്ളത് നിങ്ങൾ നിശ്ചയിക്കേണ്ട, അല്ലെങ്കിൽ അത് അവർക്ക് മാത്രമായി വിട്ടുകൊടുക്കാൻ കഴിയില്ല. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞാൽ പോലും പുതിയ അധ്യാപനങ്ങൾ അല്ലെങ്കിൽ പുതിയ കാലത്തെ സമൂഹത്തിന്റെ ചിന്ത അതിനെ നമുക്ക് എതിർത്തിരിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പോലും ഒരു വേള അത്തരം പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും അതിശക്തമായ എതിർപ്പുകൾ ഉന്നയിക്കപ്പെട്ടതോടെ അതിൽ നിന്ന് പിൻവാങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് വിദ്യാഭ്യാസം, അതുപോലെ സമൂഹം, കുട്ടികളുടെ ഭാവി എന്നതൊക്കെ രക്ഷിതാക്കൾക്ക് കൂടി ഒരേപോലെ കുട്ടികളെക്കാൾ ഉപരിയായി ഒരു വേള 10-20 വർഷം മുമ്പ് നമ്മുടെ സമൂഹത്തിൽ കാണാത്ത അപകടങ്ങളും ചതിക്കുഴികളും അതിനെക്കെടുത്ത് ജാഗ്രത പാലിക്കേണ്ട ഒരു കാലമാണ് എന്ന് മാത്രമാണ്. മറ്റൊന്ന് വിദ്യാഭ്യാസത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത്, ഞാനും നിങ്ങളും അല്ലെങ്കിൽ എന്റെ തലമുറയിൽപ്പെട്ടവർ പഠിച്ചിരുന്നത് മിക്കവാറും ഗുരുമുഖത്ത് നിന്ന് എന്ന് പറയാവുന്ന തരത്തിലാണ്. നമ്മുടെ ടീച്ചേഴ്സോ മാസ്റ്റർമാരോ ഒക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്. കൂടി വന്നാൽ നമുക്കൊരു ലൈബ്രറിന്റെയോ അല്ലെങ്കിൽ വി ഗൈഡോ അത്തരത്തിലുള്ള എന്തെങ്കിലും സപ്ലിമെന്റ്സ് മാത്രമാണ് പിന്നീടുണ്ടായിരുന്നത്. പുതിയ കാലത്ത് അങ്ങനെയല്ല. നമ്മുടെ കുട്ടികൾ സിലബസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാലം കഴിഞ്ഞേ പോയിരിക്കുന്നു. അവർക്ക് പഠിക്കാനുള്ള സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കുകൾ വളരെ ചെറിയൊരു കണ്ടന്റ് മാത്രമാണ്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്റെ മൂത്ത മകൾക്ക് 10 വയസ്സായി. അവരൊരു ടോപ്പിക് ഞാൻ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അവൾ പുസ്തകം വായിക്കേണ്ട കാര്യമാണ് യൂട്യൂബ് നോക്കിക്കൊണ്ട് അതിന്റെ വിഷയങ്ങൾ സംസാരിച്ചു തരും അല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറായി വരും. അത് പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, ഒരു അവസരം തന്നെയാണ്. എന്നാൽ അത്തരം കണ്ടന്റുകളെ മാത്രം റിലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഇത്തരം ധാർമ്മികതയുടെ കരുതലുകൾ സംഭവിക്കുന്നുണ്ടോ, അങ്ങനെ നഷ്ടങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ അതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കേണ്ടതാണ്. എവിടേക്ക് പോയാലും ഏത് കണ്ടന്റ് കണ്ടാലും എങ്ങനെയൊക്കെ ഈ ലോകത്തിന്റെ ആധുനികതയോട് എക്സ്പോസ് ചെയ്താലും നമ്മളായി ജീവിക്കാൻ നമ്മുടെ കുട്ടികൾക്കും പെൺമക്കൾക്കും ആൺകുട്ടികൾക്കും എല്ലാവർക്കും കഴിയണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിനു വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. വിശദമായി സംസാരിക്കാൻ മതപരമായ ഉദ്ബോധനങ്ങൾ ആ അർത്ഥത്തിൽ സ്വീകരണം ചെയ്യാൻ ഇവിടെ പ്രിയപ്പെട്ട ശക്തിമോദിയുണ്ട്. നിങ്ങളെ ഇവിടെ വന്ന് കാണാൻ കഴിഞ്ഞതും ഇത്തരമൊരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതും വളരെയേറെ മനസ്സിൽ സന്തോഷം നൽകുന്ന കാര്യമാണ്. എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. നിങ്ങളുടെയും എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാചകം ഉച്ചരിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.